നാടുകളിൽ സ്കൂൾ വിദ്യാർത്ഥികളിൽ സാധാരണ കണ്ടുവരുന്ന ഒരു പകർച്ചവ്യാധിയാണ് മുണ്ടുവീക്കം അഥവാ മുണ്ടുനീര് അല്ലെങ്കിൽ മംസ് രോഗം എന്നത്. ഇപ്പോൾ നമ്മുടെ ഇടയിൽ കൂടുതലായും യുവാക്കളിലും മധ്യവയസ്കരിലും ഈ രോഗം കണ്ടുവരുന്നു. മംസ് എന്നത് ഒരു വൈറസ് ജന്യ രോഗമാണ്. അത് രോഗി സംസാരിക്കുമ്പോഴോ തുമ്മുമ്പോഴോ ചുമയ്ക്കുമ്പോഴോ വായുകണങ്ങളിലൂടെയാണ് നമ്മളിലേക്ക് പകരുന്നത്. അതിശക്തമായ പനി, ശരീരവേദന, തലവേദന, ചെവിയുടെ പുറകിലുള്ള വേദന എന്നീ ലക്ഷണങ്ങളിൽ തുടങ്ങി ഉമിനീർ ഗ്രന്ഥികളിൽ അതിശക്തമായ വേദനയോട് കൂടിയ വീക്കം എന്നിവയാണ് പ്രാഥമിക ലക്ഷണങ്ങൾ. മുണ്ടുവീക്കം ഒരു വൈറസ് ജന്യ രോഗമായതിനാൽ തന്നെ ഇതിന് പ്രത്യേക ചികിത്സ ഇല്ല എന്നതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ആയതിനാൽ തന്നെ പ്രതിരോധമാണ് ഏറ്റവും പ്രധാനം. എങ്കിലും 10% കുട്ടികളിൽ ഈ രോഗം കൂടുതൽ സങ്കീർണതയിലേക്ക് പോയി കണ്ടുവരുന്നു. അതായത് മസ്തിഷ്കം, മുതിർന്ന രോഗികളിൽ വൃഷ്ണത്തെയും അണ്ഡത്തെയും ബാധിക്കുക, പാൻക്രിയാസിനെ ബാധിക്കുക എന്നീ സങ്കീർണതയിലേക്ക് മംസ് രോഗം വ്യാപിക്കുന്നു. അതിനാൽ തന്നെ പ്രതിരോധമാണ് ഏറ്റവും പ്രധാനം. രോഗിയിൽ നിന്നും അകൽച്ച പാലിക്കുക, പേഴ്സണൽ ഹൈജീൻ പാലിക്കുക എന്നതിലുപരി നമ്മുടെ നാട്ടിൽ മുണ്ടുവീക്കത്തിന് വാക്സിനേഷൻ അവൈലബിൾ ആണ് എന്നതാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു കാര്യം. MMR വാക്സിൻ നിങ്ങളുടെ കുട്ടികളുടെ ഇമ്മ്യൂണൈസേഷൻ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. സർക്കാർ ആശുപത്രികളിൽ നമ്മുടെ നാട്ടിൽ MMR വാക്സിനേഷൻ ഈ കാലയളവിൽ ലഭിക്കുന്നതല്ല. അതിനാൽ തന്നെ IAP ഷെഡ്യൂൾ പ്രകാരം പ്രവർത്തിക്കുന്ന ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നോ ഹോസ്പിറ്റലുകളിൽ നിന്നോ മംസ് വാക്സിനേഷൻ നിങ്ങളുടെ കുട്ടികളുടെ വാക്സിനേഷൻ ഷെഡ്യൂളിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. നന്ദി.